ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചെമ്മീൻ വട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 6-7 ചെറിയ നമ്മുടെ വെള്ളുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ചെമ്മീനിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ആ പെരിഞ്ജീരകത്തിൻ്റെ ഒഴികെ ബാക്കിയെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെമ്മീനിൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഇതായി കിട്ടി നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല, ലൂസായി പോകും. അപ്പോൾ വെള്ളം നല്ലതുപോലെ പോയി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാവൂ. അപ്പോൾ ഇപ്പോൾ ഞാനെല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ നോൻപിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ നോമ്പ് തുറക്കൊരു ഡിഷായിട്ട് വെക്കാൻ നല്ലൊരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും നല്ല അടിപൊളിയായിട്ടൊരു ഐറ്റമാണ്. നല്ലതുപോലെ എല്ലായിടത്തും ആ മസാല എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ ഒന്നുകിൽ നിങ്ങൾ ബോളിൻ്റെ ഷേപ്പിലെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് റൗണ്ടാക്കിയിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലെടുക്കാം. ഒത്തിരി വലിപ്പത്തിന് എടുക്കേണ്ട, അങ്ങനെ വലിപ്പത്തിനായിപ്പോയാൽ അകത്ത് വെന്ത് കിട്ടാനേ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ട് അധികം വലിപ്പമില്ലാത്ത രീതിയിൽ എടുക്കുന്നതാവും എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇത് ഈ രീതിയിൽ കയ്യിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എണ്ണയൊന്നും തെറിക്കാണ്ടിരിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ സോസും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി അതല്ല, നമുക്കിത് ചെമ്മീൻ വട നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ബാക്കി നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അരയ്ക്കാൻ നേരം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയിലൊരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. തീയൊന്ന് ഇടയ്ക്ക് കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അകത്തൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. നല്ലൊരു മണമാണ്. അപ്പോൾ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ വട അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.